2024 ജൂലൈ 30 വയനാട് ജില്ലയിലെ ചൂരൽമല, മുണ്ടക്കൈ പ്രദേശങ്ങളിലുണ്ടായ ഉരുൾപൊട്ടൽ രാജ്യത്തുണ്ടായ വലിയ ദുരന്തങ്ങളിൽ ഒന്നായിരുന്നു. കേരള ചരിത്രത്തിലുണ്ടായ ഏറ്റവും വലിയ ദുരന്തങ്ങളിലൊന്നും. നമ്മുടെ നാട് ഞെട്ടിത്തരച്ചു നിന്ന നിമിഷങ്ങൾ. 298 മനുഷ്യജീവനുകൾ ഈ ദുരന്തത്തിൽ പൊലിഞ്ഞു. ഒരു അടയാളം പോലും അവശേഷിക്കാതെ പൂർണ്ണമായും ഒലിച്ചുപോയത് 59 വീടുകളാണ്. 9 വീടുകൾ ഭാഗികമായി തകർന്നു. 37 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു. 32 പേരെ കാണാതാവുകയും ചെയ്തു. സർക്കാരിനെ സംബന്ധിച്ച് ഇവർ ആരും തന്നെ അന്യരായിരുന്നില്ല. അവർ നമ്മുടെ പൊന്നുമക്കളോ സഹോദരിയോ സഹോദരനോ അച്ഛനോ അമ്മയോ സുഹൃത്തോ ഒക്കെയായിരുന്നു. അതുകൊണ്ട് തന്നെ ദുരന്ത നിമിഷം മുതൽ സർക്കാർ രക്ഷാപ്രവർത്തനത്തിനും അതിജീവനത്തിനുമായി പ്രവർത്തിച്ചു. ഒരു നാടിൻ്റെ ഒരുമയും ഐക്യവും മനുഷ്യത്വത്തിൻ്റെ മഹനീയ മാതൃകകളും ഒത്തുചേർന്നപ്പോൾ രൂപം കൊണ്ടത് ലോകത്തിനു തന്നെ മാതൃകയായ അതിജീവനവും പുനരധിവാസവുമാണ്. ഈ സ്വപ്ന സാക്ഷാത്കാരത്തിന് ഏറെ വെല്ലുവിളികളും പ്രതിസന്ധികളുമുണ്ടായി. അതെല്ലാം ഒറ്റക്കെട്ടായി അതിജീവിച്ചാണ് നാം മുന്നേറിയത്. ദുരന്ത നാളുകളിൽ ലോകം വയനാട്ടിലേക്ക് ചുരുങ്ങി. ഇപ്പോൾ വയനാട് ലോകത്തിന് തന്നെ മാതൃകയായി. നിയമ നടപടികൾ പൂർത്തിയാക്കി 2025 ഏപ്രിൽ 11 പുനരധിവാസത്തിനായി കൽപ്പറ്റ എൽസ്റ്റൺ എസ്റ്റേറ്റ് സർക്കാർ ഏറ്റെടുക്കുന്നത്. എന്നാൽ 2025 മാർച്ച് 27 തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ടൗൺഷിപ്പിന്റെ നിർമ്മാണോദ്ഘാടനം നിർവഹിച്ചിരുന്നു. ഇത് സർക്കാരിന്റെ ഇച്ഛാശക്തിയും ദീർഘവീക്ഷണവുമാണ് കാണിക്കുന്നത്. ഏറെ ദുഷ്കരമായ രക്ഷാദൗത്യം വിവിധ സേനകളുടെയും വകുപ്പുകളുടെയും നാട്ടുകാരുടെയും സന്നദ്ധ സേവകരുടെയും സഹായത്തോടെ പൂർത്തിയാക്കി. പിന്നീട് സർക്കാരിൻ്റെ മുമ്പിലുള്ള ദൗത്യം ദുരന്തത്തിൽ എല്ലാം നഷ്ടപ്പെട്ടവരെ സംരക്ഷിക്കുക എന്നതായിരുന്നു. പെട്ടെന്ന് ഇവരെ മാറ്റിപ്പാർപ്പിക്കുന്നതിനായി ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലായി 17 ദുരിതാശ്വാസ ക്യാമ്പുകൾ ആരംഭിച്ചു. 728 കുടുംബങ്ങളിലെ 2569 പേരാണ് ക്യാമ്പുകളിൽ ഉണ്ടായിരുന്നത്. എല്ലാവർക്കും ഭക്ഷണം, വസ്ത്രം, കുടിവെള്ളം, മറ്റടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവ ഒരുക്കി. അധികനാൾ ക്യാമ്പുകളിൽ തുടരുക പ്രയാസമാണെന്നതുകൊണ്ട് തന്നെ സർക്കാർ ഇവരെ വാടക വീടുകളിലേക്കും ക്വാർട്ടേഴ്സുകളിലേക്കും സുരക്ഷിതമായ സ്വന്തം വീടുകളിലേക്കും മാറ്റിപ്പാർപ്പിച്ചു. ഇങ്ങനെ മാറ്റിപ്പാർപ്പിച്ച കുടുംബങ്ങൾക്ക് വാടക നൽകുന്നതിനായി സർക്കാർ 6.16 കോടി രൂപ നൽകി. ഉറ്റവരും സ്വത്തും സമ്പാദ്യവും വീടും തൊഴിലും നഷ്ടപ്പെട്ടവർക്ക് ഉപജീവനത്തിനായി ഒരു കുടുംബത്തിലെ ഒരംഗത്തിന് മാസം 9,000 രൂപ വീതം 752 കുടുംബങ്ങൾക്കും ഒരു കുടുംബത്തിലെ 2 പേർക്ക് 18,000 രൂപ വീതം 507 കുടുംബങ്ങൾക്കുമായി 17.2 കോടി രൂപ നൽകി. സമാശ്വാസ ധനസഹായമായി 220 പേർക്ക് 13.2 കോടിയും നൽകി. അടിയന്തര ധനസഹായമായി 1036 പേർക്ക് 1.3 കോടിയും നൽകി.
ദുരന്തത്തിൽ രക്ഷിതാക്കൾ നഷ്ടപ്പെട്ട 21 കുട്ടികൾക്ക് 2.10 കോടി രൂപയും സർക്കാർ അനുവദിച്ചു. 858 കുടുംബങ്ങൾക്ക് മാസം 1000 രൂപയുടെ ഭക്ഷ്യകൂപ്പണും നൽകുന്നുണ്ട്. എല്ലാ ഘട്ടത്തിലും എല്ലാ അർത്ഥത്തിലും സർക്കാർ ദുരന്ത ബാധിതരോടൊപ്പം നിന്നിട്ടുണ്ട്. ടൗൺഷിപ്പ് നിർമ്മാണത്തിനായി 44.33 കോടി രൂപ നൽകി 64.4075 ഹെക്ടർ ഭൂമി ഏറ്റെടുത്തു. ഉടൻ തന്നെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. കാലാവസ്ഥ പ്രതികൂലമായത് നിർമ്മാണ പ്രവർത്തനങ്ങളെ സാരമായി ബാധിച്ചു. ജില്ലയിലെ ഭൂപ്രകൃതിക്കും കാലാവസ്ഥയ്ക്കും അനുയോജ്യമായ രീതിയിൽ നിർമ്മിക്കുന്ന ടൗൺഷിപ്പിൽ 402 കുടുംബങ്ങളിലെ 1662 പേരാണ് താമസിക്കുക. വീട് പൂർണ്ണമായി നഷ്ടപ്പെട്ട 178 കുടുംബങ്ങൾക്കാണ് ആദ്യഘട്ടത്തിൽ താക്കോൽ കൈമാറുന്നത്. പ്രകൃതി ദുരന്തങ്ങൾ അതിജീവിക്കാൻ സാധിക്കും വിധം 7 സെന്റ് ഭൂമിയിൽ 1000 ചതുരശ്രയടിയിൽ ഒറ്റ നിലയിൽ പണിത കെട്ടിടങ്ങൾ ഭാവിയിൽ ഇരുനില നിർമ്മിക്കാനുള്ള അടിത്തറയോടെയാണ് തയ്യാറാക്കിയിരിക്കുന്നത്. പ്രധാന കിടപ്പുമുറി, 2 മുറികൾ, സിറ്റ് ഔട്ട്, ലിവിംഗ് ഏരിയ, സ്റ്റഡി റൂം, ഡൈനിങ് ഹാൾ, അടുക്കള, സ്റ്റോർ ഏരിയ എന്നിവ ഉൾക്കൊള്ളുന്നതാണ് വീട്. ഇതിനു പുറമെ പൊതു റോഡ്, ആരോഗ്യ കേന്ദ്രം, അങ്കണവാടി, പൊതു മാർക്കറ്റ്, കമ്മ്യൂണിറ്റി സെന്ററുകൾ, സോളാർ, വേസ്റ്റ് മാനേജ്മെന്റ് സിസ്റ്റം എന്നിവയും ഉണ്ടാകും. ആരോഗ്യ കേന്ദ്രത്തിൽ ലബോറട്ടറി, ഫാർമസി, പരിശോധന, വാക്സിനേഷൻ, ഒബ്സർവേഷൻ മുറികൾ, OP, ടിക്കറ്റ് കൗണ്ടർ സൗകര്യങ്ങളും സജ്ജീകരിക്കും. പൊതുമാർക്കറ്റിൽ കടകൾ, സ്റ്റാളുകൾ, ഓപ്പൺ മാർക്കറ്റ്, കുട്ടികൾക്ക് കളിസ്ഥലം, പാർക്കിംഗ് എന്നിവ ഒരുക്കും. മൾട്ടിപർപ്പസ് ഹാൾ, കളിസ്ഥലം, ലൈബ്രറി, സ്പോർട്സ് ക്ലബ്ബ്, ഓപ്പൺ എയർ തിയേറ്റർ എന്നിവ കമ്മ്യൂണിറ്റി സെന്ററിൽ ഉണ്ടാകും. ഓരോ ഘട്ടത്തിലും ഗുണമേന്മ ഉറപ്പുവരുത്തുന്നതിന് ശാസ്ത്രീയ ലാബുകൾ സജ്ജീകരിച്ച് പരിശോധന നടത്തിയാണ് നിർമ്മാണം പുരോഗമിക്കുന്നത്. ഇന്ന് നമ്മോടൊപ്പമില്ലാത്ത ദുരന്തത്തിൽ മരണപ്പെട്ട പ്രിയപ്പെട്ടവരെ ഓർക്കുന്നതോടൊപ്പം അവരുടെ കുടുംബാംഗങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നു. ഈ അതിജീവനത്തിനും പുനരധിവാസത്തിനും സർക്കാരിനൊപ്പം നിന്ന എല്ലാവർക്കും നന്ദി. ഉരുൾപൊട്ടി വന്ന വിപത്തിൽ എല്ലാം നഷ്ടപ്പെട്ട് പകച്ചു നിന്നവർക്ക് സർക്കാർ നൽകിയ ഉറപ്പാണ് പാലിക്കപ്പെടുന്നത്. കേരളം ഒറ്റക്കെട്ടായി നിന്ന് ഈ നാടിനെ വീണ്ടെടുക്കുമെന്ന് അന്ന് നമ്മളെടുത്ത തീരുമാനമാണ്. ആ വാക്കുകൾ യാഥാർത്ഥ്യമായി മാറിയിരിക്കുന്നു. വാഗ്ദാനങ്ങൾ നൽകാനല്ല, അത് നടപ്പാക്കാനാണ് സർക്കാർ എന്ന വിശ്വാസത്തിന് 10 വർഷത്തെ പ്രവർത്തന മുദ്ര ചാർത്തുന്ന നേട്ടമാണിത്. ഉറ്റവരും കിടപ്പാടവും ഭൂമിയും നഷ്ടപ്പെട്ടവർക്ക് സുരക്ഷിതവും മാന്യവുമായ ഒരു പുതിയ ജീവിതം ഉറപ്പു നൽകുകയാണ് നാം. ഇത് ഒരു സമാപനമല്ല, മറ്റൊരു തുടക്കമാണ്. പ്രതിസന്ധികളിൽ പതറാത്ത മനസ്സോടെ മാനവികതയുടെ മഹത്തായ മാതൃകകൾ ഉയർത്തി നമുക്ക് കേരളത്തെ ഇനിയും മുന്നോട്ട് നയിക്കാം. വയനാടിൻ്റെ മണ്ണിൽ പ്രത്യാശയുടെ വെളിച്ചം പകർന്ന ഈ ദൗത്യത്തിൽ പങ്കാളികളായ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി.